ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഹൊയ്സാല രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. പിന്നീട് മൈസൂർ ഭരിച്ചിരുന്ന വോഡയാർ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം പുതുക്കി പണിതു. അങ്ങനെയാണ് ചരിത്രത്തിൽ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. 4 ഭാഗത്തും മൊട്ടക്കുന്നുകളും കാടും മനം കുളിർക്കുന്ന മഞ്ഞും നമ്മളെ വല്ലാതെ ആനന്ദിപ്പിക്കുന്നു. തീർച്ചയായും നമ്മൾ പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഗോപാൽസ്വാമി ബേട്ട. ഗോപാൽസ്വാമി ബേട്ടയിലെ കാഴ്ചകൾ കണ്ട് മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ മലയിറക്കം ആരംഭിച്ചു. ഇനി അടുത്ത ലക്ഷ്യം ബന്ദിപ്പൂരാണ്. ബന്ദിപ്പൂർ വഴി മസനഗുഡിയിൽ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്ന റിസോർട്ടിലേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത്. മിസ്റ്റി വുഡ് റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. മസനഗുഡി ടൗണിൽ തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു റിസോർട്ടാണിത്. ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മസനഗുഡി ടൗണിനോട് ചേർന്ന് കിടക്കുന്നു. മാത്രമല്ല നമുക്ക് റിസോർട്ടിൽ ഇരുന്നാൽ തന്നെ നമുക്ക് വന്യമൃഗങ്ങളെ നേരിട്ട് കാണാൻ കഴിയും. ആന, കരടി, മാൻ മുതലായ വന്യമൃഗങ്ങളെ നമുക്ക് ഇതിൻ്റെ വാച്ച് ടവറിൽ ഇരുന്നാൽ നേരിട്ട് കാണാൻ കഴിയും. അതുമാത്രമല്ല 4 ഭാഗത്തും പച്ച വിരിച്ച് കിടക്കുന്ന മൊട്ടക്കുന്നുകളുടെ ഒരു കാഴ്ച മനോഹരമാണ്. എല്ലാവരും ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ വണ്ടിയും എടുത്ത് പുറത്തേക്കിറങ്ങി. കാട്ടിലൂടെ മനോഹരമായ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം മാനുകളെ കണ്ടു. ഇത്രയധികം മാനുകളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എത്രയോ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് ഇങ്ങനെ മാനിനെ നമ്മൾ കാണുന്നത് അപൂർവമാണ്. പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് കാട്ടുപോത്തുകളെയും മാനിനെയും ഒക്കെ കാണാൻ കഴിയും. ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കർണാടക ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സഫാരി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് വന്യമൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഉൾക്കാട്ടിലൂടെയുള്ളൊരു യാത്രയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മൃഗങ്ങളെ നേരിട്ടടുത്ത് കാണാനുള്ളൊരു സാഹചര്യം ഇതിലൂടെ നമുക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു സഫാരി നിങ്ങൾ മറക്കാതെ പ്ലാൻ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഉൾക്കാട്ടിലൂടെ നമുക്ക് പോകാനുള്ളൊരു പെർമിഷൻ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാടിനെക്കുറിച്ചും ഇവരുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കുന്നതിന് പറ്റിയ ഒരു യാത്രയാണ് ഈ ഫോറസ്റ്റ് സഫാരി എന്ന് പറയുന്നത്. ഞങ്ങൾ കാട്ടിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ മഴ ആരംഭിച്ചു. അപ്പോൾ ടൂറിസ്റ്റ് ഗൈഡ് പറയുന്നുണ്ടായിരുന്നു, ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ മൃഗങ്ങളെ കാണാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എന്തോ ഞങ്ങളുടെ ഭാഗ്യത്തിന് നമുക്ക് അത്യാവശ്യം കാണാനുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റി എന്നുള്ളതാണ്.
നമ്മുടെ സഫാരി വാഹനത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് ആനകൾ പുല്ല് തിന്ന് നടക്കുന്ന കാഴ്ചയാണ് ഇത്. കണ്ടില്ലേ, ഒരു കൂസലുമില്ലാതെ അതങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ സഫാരി വാഹനത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് പുല്ല് തിന്ന് നടക്കുന്ന ആനയാണിത്. അവർ നമ്മളെ ശ്രദ്ധിക്കാനോ മൈൻഡ് ചെയ്യാനോ ഒന്നും വരുന്നില്ല. അവരവരുടെ ജോലി ഭംഗിയായി ചെയ്യുന്നു, അത്രമാത്രം. ബഹളം വെച്ചും ഹോണടിച്ചും നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മാത്രം മതി. അത് പ്രത്യേകം ഗൈഡ് നമ്മളോട് നിർദ്ദേശം തന്നിരുന്നു. ആനക്കൂട്ടങ്ങളെയൊക്കെ കണ്ട് ഏതാണ്ട് 1.5 മണിക്കൂറുള്ള സഫാരി അവസാനിപ്പിച്ച് ഞങ്ങൾ മടങ്ങുമ്പോഴായിരുന്നു ആ കാഴ്ച കണ്ടത്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ച. ഞങ്ങളുടെ വാഹനത്തിൻ്റെ തൊട്ട് മുന്നിലൂടെ ഒരു കരടി കടന്നുപോയി. കാട്ടിൽ വെച്ച് ഒരു കരടിയെ കാണുമെന്ന ഒരു പ്രതീക്ഷ ഞങ്ങൾക്കില്ലായിരുന്നു. പക്ഷേ ആ യാത്ര സഫലമായത് ഈ കാഴ്ചയോടെയാണ്. ആ ദിവസം ഞങ്ങൾ മസനഗുഡിയിൽ താമസിച്ച് പിറ്റേന്ന് വെളുപ്പിന് നേരത്തെ എണീറ്റ് ഞങ്ങൾ ഊട്ടിയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. പച്ച പിടിച്ച കാട്ടിലൂടെയുള്ള ആ യാത്ര അത്രയ്ക്ക് മനോഹരമായിരുന്നു. റോഡിന് ഇരുവശവും മാനും മയിലും കാട്ടുപോത്തുകളും ഞങ്ങളെ വരവേറ്റു. രണ്ട് ദിവസം ഞങ്ങൾ ബന്ദിപ്പൂരും മസനഗുഡിയിലും ഉണ്ടായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും മനോഹരമായ ഒരുപിടി കാഴ്ചകൾ ഞങ്ങൾക്ക് മസനഗുഡി സമ്മാനിച്ചു. അവസാനം പിരിയുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾക്ക് ഈ ഒരു കാഴ്ചയും മസനഗുഡി തന്നു. ഒരു കൂട്ടം ആനകളുടെ പ്രഭാത നീരാട്ട്. അത്ര മനോഹരമായ കാഴ്ചകൾ തന്ന മസനഗുഡിയോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. അടുത്ത വർഷവും പറ്റുമെങ്കിൽ മസനഗുഡിയിൽ വരണമെന്ന ദൃഢനിശ്ചയത്തോടെ മനോഹരമായ കാഴ്ചകൾ തന്ന മസനഗുഡിയോട് ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഊട്ടിയിലേക്ക് മടങ്ങുകയാണ്.